എമ്മാടി അമ്മേ വയ്യ. ഞാൻ തഴവണ ഈ ഹിമാവന്റെ പണിയായിരിക്കും. ഈ ഹിമാവരി ഞാൻ വെറുതെ വിടത്തില്ല. നിനക്കൊരു ദിവസം ഞാൻ പറ്റുന്ന ഒരു കാളി. ഒരു മിനിറ്റ്, ദിവസം എന്തോ ഓർമ്മയില്ല. ദിവസം പോലെ തന്നെ തോന്നുന്നുണ്ടല്ലോ. നമ്മൾ ഫോൺ എടുത്തൊക്കെ ഫോളോ ചെയ്ത് ഇതുകൊണ്ട് ടെൻഷനായിട്ടുണ്ടോ? ഓക്കെ, ഇത് നമ്മളെ ഹിമാവന്റെ ബർത്ത്ഡേ ആട്ടോ. സൂപ്പർ. അയ്യോ, ഹിമാവരിക്ക് അറിയില്ലല്ലോ. അയ്യോ, ഹിമാവരിക്ക് അറിയാണ്ട് തന്നെ നമുക്ക് സർപ്രൈസ് കൊടുക്കണം കേട്ടോ. സർപ്രൈസ് നമുക്ക് എങ്ങനെ കൊടുക്കും? ഈ ഫ്രാങ്ക്ലിനത്ത് അങ്ങോട്ടേക്ക് പോയാമോ? ആർക്കറിയാനാ? ഫ്രാങ്ക്ലിനെ ഡാമണ്ടവനെ. ഫ്രാങ്ക്ലിനെ 1 2 3 4 5 6 എന്താണ് ഇതൊക്കെ ആർക്കാ വേണ്ട? 1 2 3 4 5 6. ഓ, പുഷപ്പിടിക്കുന്ന ഫ്രാങ്ക്ലിനെ എന്താടാ അടുത്തല്ലേ ഉള്ളത്? എന്തിനാ ഇങ്ങനെ നീളന്ന് വായി? എടാ, എന്നെൻ്റെ അനിയത്തിക്ക് ബർത്ത്ഡേയാ. ഞങ്ങൾക്ക് അപ്പം അതിന് എടാ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം. ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം. കുറേ ആൾക്കാർ വിളിക്കണം. മൈക്കിൾ ട്രവർ എല്ലാവരും വിളിക്കണം. എന്താടാ എടാ, എൻ്റെ കയ്യിൽ പൈസ ഇല്ല. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്താൽ മതിയെന്ന്. എൻ്റെ കയ്യിലാണെങ്കിൽ ഒറ്റ രൂപ വരെ ഇല്ല. എന്താ പറയുന്നത്? പിന്നെ നീ കൈകാരിക്കാൻ മേടിച്ചേ? അതൊക്കെ എൻ്റെ കയ്യിൽ ബാക്കി ഗൂഗിൾ പേ ഉണ്ടായതാ. ഇപ്പോൾ അതിന് 421 രൂപയേ ഉള്ളൂ, ഡോളേഴ്സ്. ശരി, ഞാൻ പോവാണേ. ഞാൻ വേറൊരു സ്ഥലത്ത് എനിക്ക് വേറെ പണിയുണ്ട്. ഞാൻ പിന്നെ വൈകുന്നേരം വരുവേ. എന്നെ കാത്തിരിക്കണ്ട. നീ പോയിക്കോ, കിടന്നോ. ഓക്കെ ഗെയ്സ്, അപ്പോൾ നമ്മൾ പോയിട്ട് ഇന്ന് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളെ ഹിമാവരിയുടെ ബർത്ത്ഡേ. എനിക്കറിയാം. ഞാൻ എൻ്റെ അച്ഛനെയും അമ്മേനെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ഞാൻ പോയ ശേഷം വരും. ഞാനിപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോവാണ്. ഗസ്റ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. മൈക്കിൾ ട്രവർ എല്ലാവരും വിളിച്ചിട്ടുണ്ട്. ശരി ഗെയ്സ്, അപ്പോൾ ഇതുവരെയായിട്ട് നമ്മളെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ഇടുക. ഇപ്പോഴായിട്ട് വന്ന ആൾക്കാരാണെങ്കിൽ പ്ലീസ് ലൈക്കും ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഞെക്കിയാൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കൂടി വരുന്നതായിരിക്കും. പെട്ടെന്ന് തന്നെ ഇതൊക്കെ ചെയ്തു വെച്ച് കൊടുക്കുക. അപ്പോഴേ നമ്മളെ വീഡിയോസ് മിസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റൂ. അപ്പോൾ നമുക്കപ്പോൾ നേരെ അങ്ങോട്ടേക്ക് വിടാം കേട്ടോ. ഏത് ഷോപ്പിലാകുമ്പോൾ ഉണ്ടാവുക? ഇന്നാണെങ്കിൽ കുറച്ച് തിരക്കുണ്ടാവുമല്ലോ സിറ്റിയിൽ. നോക്കാം. എന്താടാ ഇത്? ലാലിൻ്റെ ബർത്ത്ഡേ. ഹിമവൻ്റെ ബർത്ത്ഡേക്ക് ഒരു ചെറിയൊരു സെലിബ്രേഷൻ പോലും ഒരു കേക്ക് പോലും മേടിച്ചൊന്നുമില്ലല്ലോ. ഇതൊക്കെ എനിക്കൊരു കാര്യം അറിയാവുക. ഓ, എന്താ ഇന്ന് ചിക്കൻ മേടിക്കാൻ പോന്നാ? ഇതിനാണെങ്കിൽ എപ്പോഴും വിശപ്പ്. അയ്യോ, ഇതിനൊക്കെ എടുത്ത് പോയിട്ട് പറയുന്നുണ്ടല്ലോ. എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ സൂപ്പറായേനെ. അയ്യോ, അവരൊക്കെ ഇനി എപ്പോഴമ്മ വരിക? ഇവർക്ക് ഇന്ന് ബർത്ത്ഡേ ആകുമ്പോൾ അറിയാമോ ഇല്ലയോ? മറന്നുപോയോ ഹിമാവരിൻ്റെ ബർത്ത്ഡേ ആണോ അല്ലയോ എന്ന്? അമ്മ ആർക്കറിയാനപ്പാ. നമുക്കിപ്പോൾ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? ഇപ്പോൾ അവരും വന്നിട്ടില്ല. ഹിമാവരിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? നോക്ക്, നമ്മൾ ഇന്നലെ വിട്ട കാർ ഇപ്പോഴാണ് വരുന്നത്. എന്നെ ഓണം ചെയ്യാനും വെച്ച് ഈ കാറ് മാറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഇല്ലല്ലോ കയ്യിൽ. പൈസ ഇല്ല എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടൊന്ന് നിൽക്ക്. ഞാനെന്ത് ചെയ്യാനാ? അപ്പം നമുക്കിപ്പോൾ വരെ പോയി നമ്മൾ ചിലപ്പോൾ ഷിൻജാനെ വെക്കാം. ഷിൻജാനെ എവിടെ പോടാ? ഈ സാധനം പോയി കിടക്കാമോ? ഷിൻജാനെ അവിടെ ഷിൻജാനെ ആര് വന്നിരിക്കുന്നു? നോക്ക് ഷിൻജാനെ. ഇന്നേരത്തേക്ക് നമ്മൾ സംസാരിച്ചപ്പോൾ കേട്ടോ തന്നെ പറഞ്ഞു വരുമല്ലോ. എവിടെ പോയി ഷിൻജാനെ? നീ ഇവിടെ ഉണ്ടാ? ഷിൻജാനെ ഇവിടെ പോയി നീ? അച്ഛാ, അമ്മ നിങ്ങൾ വന്നാ? അതേ മോനെ ഷിൻജാനെ. ഇവിടെ നോക്ക്, ഫ്രാങ്ക്ലിൻ ഒന്നും ജ്ഞാപകമില്ല. ഓൻ പറയുന്ന ഹിമാവരുടെ ബർത്ത്ഡേ അല്ലാന്ന്. നിങ്ങളൊന്നില്ലേ പറഞ്ഞ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം, ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. സോറി, നമ്മൾ അച്ഛൻ്റെ കയ്യിൽ ഇപ്പം അത്രയ്ക്ക് പൈസ ഇല്ല. എന്ത് നിങ്ങളിങ്ങനെ പൈസ ഇല്ലെന്ന് പറഞ്ഞു തന്നാൽ മതിയാ? ഞാനെന്ത് ചെയ്യാനാ? വാ, നമുക്കിപ്പോൾ നീ ഇപ്പോൾ അച്ഛൻ്റെ വണ്ടി എടുത്ത് പോയിട്ട് ഹിമാവരനെ കൊണ്ട് ഈ സിറ്റി ചുറ്റിയിട്ട് വാ. വേറെ വഴിയില്ല. എന്താ ഇപ്പം ചെയ്യുക? ഈ ഹിമാവരി വന്ന് എൻ്റെ ബർത്ത്ഡേക്ക് അവരൊന്നും ചെയ്യത്തില്ല എന്നാണ് തോന്നുന്നത്. ശരി, വാ നമുക്ക് പോവാം. നമുക്ക് ചുറ്റിച്ചെങ്കിൽ വരാം. ആ പാട്ടക്കാറിൽ എന്താണ് പറഞ്ഞ? പാട്ടക്കാറാ? സോറിയമ്മേ കൊട്ടുവിടും. മുഴട്ട് പോയിക്കോ. അയ്യോ, ഇന്നത്തെ ദിവസം നോക്കിയിട്ട് അമ്മയാണ് ഇത്രക്ക് ദേഷ്യം കൂടിയതുണ്ടല്ലോ. ചോപ്പേ, നമ്മൾ പോവാണേ. ഇത് പെട്ടെന്ന് തന്നെ പോയിട്ട് ഞങ്ങളെ പറഞ്ഞേക്ക്. ഓക്കെ, ഹിമാവരി ഇവിടെ പോയി കിടക്കാണോ? ഓക്കെ, വാ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. കാരണം എൻ്റെ ബർത്ത്ഡേ നമ്മൾ ചെയ്യാൻ
ആർക്കറിയാനാ. ശരി വാ ഹിമ വരുവാ, കയറി 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 കയറി. അപ്പൊ ഇപ്പൊ തന്നെ പോകണമെന്ന്. അപ്പോൾ നാളെ പോകാൻ പോണ്. എൻ്റെ ബർത്ത്ഡേ ഇവർ എങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഹിമവൻ്റെ ബർത്ത്ഡേ, ചെറിയ കുട്ടീൻ്റെ ബർത്ത്ഡേ തന്നെ നല്ലോണം സെലിബ്രേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എൻ്റെ ബർത്ത്ഡേ ഒക്കെ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്, അതാണ് ചെറിയൊരു വിഷമം. അല്ലാണ്ട് ഇവളൊക്കെ വിചാരം വിഷമിക്കുക. ശരി നമുക്കിപ്പോൾ പോവാം, ഇതൊരു വഴിയില്ലല്ലോ. ഓക്കെ നമ്മളിപ്പോൾ പോവാണ് ഗൈസ്. ഓക്കെ നമ്മൾ ഈ ഷോർട്ട് കട്ട് വഴി നമുക്ക് ഇങ്ങോട്ടേക്ക് പോവാം. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ കുറേ സ്ഥലത്ത് പോയി കേട്ടോ. എവിടത്തെ തിരക്കാ, നല്ല റേറ്റും. ഇവിടെ എനിക്ക് അറിയുന്നൊരു കടയുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ ഇത് ഇവിടെ തന്നെ മോനെ, ഇവിടെ തന്നെ നിർത്ത്. ഓക്കെ നമുക്കിനി ഓരോരോ സാധനങ്ങളായിട്ട് മേടിച്ചിട്ട് കൊണ്ടുപോകാം. ഓക്കെ ഗൈസ് അപ്പം പോയി മേടിക്കട്ടെ. ഓക്കെ ഇങ്ങോട്ടേക്ക് ഓക്കെ കയറിയുണ്ട് കേട്ടോ. ഈ ഷോപ്പിൽ ആരും ഇല്ലേ? ഹലോ ആരെങ്കിലും ഉണ്ടോ? എടാ കുറേ ഡോണറ്റ്സ് കേക്ക് കുറേ ഉണ്ട്, ഇതൊക്കെ നമുക്ക് ഗസ്റ്റിന് കൊടുക്കാം കേട്ടോ. ഓക്കെ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ നമുക്ക് ചെയ്യണം. ഓക്കെ നമുക്ക് ഇതൊക്കെ ഫസ്റ്റ് നമുക്കിതൊക്കെ മേടിക്കണം കേട്ടോ. നോക്കുമ്പോൾ തന്നെ വയൽ വീഴ്ത്തുന്നു. ഹലോ ആരെങ്കിലും ഉണ്ടോ? എന്താണ് ഇത്? ആരോ വിളിക്കുന്ന പോലെ. ഏതോ കസ്റ്റമർ ആണോ? പെട്ടെന്ന് ആ കസ്റ്റമർ പിടിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇന്ന് നഷ്ടവും. ആ കസ്റ്റമർ എന്താണ് പറയൂ ഇപ്പോൾ തന്നെ. നിങ്ങൾ എന്തിനാണ് വന്നത്? ഇവിടുത്തെ എന്ത് കേക്കാണ് നിങ്ങൾക്ക് വേണ്ടത്? പറയൂ. അതൊന്നുമില്ല, ഞങ്ങൾ കുറച്ച് ഒരു കേക്ക് തരിക, കുറച്ച് ഗ്രാൻഡ് കേക്ക് തരിക. പിന്നെ ഇങ്ങനത്തെ ഇവിടത്തുള്ള ഡോണറ്റ്സ് ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ തരണം. ഈ കേക്കും കൂടെ തന്നെ ഈ കേക്ക് മതിയേ. ഇങ്ങനത്തെ ഡോണറ്റ്സ് ഇതൊക്കെയാണ് ഡെക്കറേഷൻ. ഒരു 80 ആൾക്കാർ തിന്ന് പോയൊക്കെ വേണം. പിന്നെ കപ്പ് കേക്ക്സ് എൻ്റെ വായിൽ വരുന്നില്ല. ശരി ഇതൊക്കെ 80 ആൾക്കാർ തിന്നുന്ന പോലെ പോകണം. ഓക്കെ ഇതിനൊക്കെ ചേർത്തിട്ട് ഒരു 132 രൂപ വരുന്നുണ്ട്, $. ശരി ഇതാ ഞാൻ ഗൂഗിൾ പേ ചെയ്തോളാം. ഓക്കെ ഞാൻ ചെയ്യുന്നു. ഓക്കെ എൻ്റെ ഫോൺ നമ്പർ പറയാം. ഫോൺ നമ്പറൊന്നും വേണ്ട, ഞാനിത് ഇവിടെ മറ്റേ സ്കാനർ കൊണ്ട് സ്കാൻ ചെയ്യാം. ഓക്കെ നിങ്ങളിതാ ഞാനത് പാക്ക് ചെയ്ത് തരാം. ഓക്കെ നമ്മൾ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്. ഓക്കെ വാ പെട്ടെന്ന് വളരെ വണ്ടിയിലോട്ട് കയറ്റി വെക്ക്, എനിക്ക് സമയമില്ല. ഓക്കെ ഗേസ് അപ്പോൾ നമ്മളിപ്പോൾ വണ്ടിയിലോട്ട് കയറ്റി. ഓക്കെ ഗേസ് ഇപ്പോൾ വണ്ടിയിലോട്ടൊക്കെ കയറ്റിയിട്ടുണ്ട്. ശരി നമുക്കിപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് നേരെ പോവാട്ടോ. നമുക്ക് നേരെ കുറേ ഇതൊക്കെ വെച്ചിട്ടുണ്ട്, പിന്നെ അകത്തും വെച്ചിട്ടുണ്ട് കേട്ടോ. അകത്ത് കേക്കിൻ്റെ ഒരു ഡബ്ബ വെച്ചിട്ടുണ്ട്, ഇതിനകത്താണ് കേക്ക് ഉള്ളത്. ഓക്കെ നമ്മൾ ആ സിറ്റിയിൽ അങ്ങനെ അവിടെ ഒന്നുമില്ല ഇങ്ങനെ സെറ്റപ്പ്. ശരി കയറിയുണ്ട് കേട്ടോ. ഓക്കെ ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്യണം. ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് വീട്ടിൽ. അതും കാത്തൊരു സ്ഥലത്താണ് ഞാൻ വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ നമ്മൾ നേരെ പോകണത് വീട്ടിലോട്ട്. പക്ഷേ ഇപ്പോഴത്തേക്കും അവൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടാവും, അവനെ വീട്ടിൽ നിന്ന് പുറത്തോട്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ പോയിട്ട് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ നോക്കാം. പെട്ടെന്ന് ചെയ്യണം, വൈകുന്നേരത്തിനുള്ളിൽ തന്നെ. ഇപ്പം എങ്ങനെ കൺഫേം ആക്കും അവൻ വീട്ടിലുണ്ടോ ഇല്ലയോ എന്ന്. ഫസ്റ്റ് നമുക്ക് ഗിഫ്റ്റ് എടുത്തൊന്നും അകത്തോട്ട് പോകണ്ട, ഇത് പുറത്തുനിന്ന് വെക്കാം, പിന്നെ നമുക്ക് അകത്ത് പോവാം. ഓക്കെ കയറിയുണ്ട്, നീടാണ് കേട്ടോ കുറച്ച്. ഓക്കെ ഇറങ്ങ്. ഓക്കെ ഗേസ് നമുക്കിപ്പോൾ പോയിട്ട് അകത്തോട്ട് നോക്കാം. ഷിൻജാൻ്റെ ഒച്ച ഇല്ല കേട്ടോ, ഇല്ല തീരില്ല. ഓക്കെ ഗേസ് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകണം. ഓക്കെ അപ്പം ചീറ്റി കാണും കേട്ടോ. ബോയ് ഗേസ് ഓക്കെ ഇവിടെ എല്ലാം ചെയ്യാം. ഓക്കെ വരൂ. എന്താടാ പറയുക, നിങ്ങൾ അവസാനം വൈകുന്നേരമായി നിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഹിമാവരി നിൻ്റെ കഷ്ടകാലം മീനെ ഞാനും ഈ കഷ്ടം അനുഭവിക്കേണ്ടി വരും. ശരി വാ നമുക്കിപ്പോൾ തന്നെ പോകാം. വൈകുന്നേരം ഈ കല്ലിൻ്റെ നടുവിലാണെങ്കിൽ എനിക്കൊന്നും പറ്റവുമില്ല. ഓക്കെ അപ്പോൾ നമുക്ക് പോകാം. ഓക്കെ വാ ഹിമാവരി നമുക്കിപ്പോൾ തന്നെ പോകാം. ഓക്കെ ഹിമാവരി വണ്ടിയിലോട്ട് കയറി, അധികം സമയം നമുക്ക് നിൽക്കാൻ പറ്റൂല. വാ ഓക്കെ ഹിമാവരി കയറി പെട്ടെന്ന് കയറി, നമുക്ക് ഇപ്പോൾ തന്നെ പോകാം അങ്ങോട്ടേക്ക്. ഓക്കെ ഹിമാവരി കയറി കേട്ടോ, നമുക്കിപ്പോൾ തന്നെ പോകാം. ഓക്കെ ഈ പാട്ട വണ്ടിയാണെങ്കിൽ കുറേ സമയം പിടിക്കും. ഈ പാട്ട വണ്ടിയിൽ പോകുന്നുണ്ടെങ്കിൽ എങ്ങനെ രാത്രിയോ ഇപ്പോൾ ഒരു 3 മണിയായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ അടിക്കുന്നത്. ഓക്കെ നമ്മൾ അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് തന്നെ കുറേ സമയം എടുത്ത് കേട്ടോ. ഇപ്പോൾ എത്രയാണ്, ഇപ്പോൾ 7 മണി അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക്. എന്ത് പറയാൻ. ഓക്കെ എന്താണ് നമ്മളിവിടെ എടുത്തിട്ട് മരത്തിലൊക്കെ ഡെക്കറേഷന് എന്താ വല്ല ബർത്ത്ഡേ ആണോ? ഒരു മിനിറ്റ് നമ്മളെ മരമില്ലേ ഇത്? ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ കുറേ ലൈനൊക്കെ വന്നിരിക്കാണ്. അപ്പോൾ ലവലി നമുക്ക് പ്രാങ്ക് ചെയ്തെന്നാണ് തോന്നുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടോ?
സ്റ്റെപ്പ് ലൗലിയുടെ അടുത്ത് ക്ഷമയും ചോദിക്കണം. ഓക്കെ, ഇറങ്ങും. ഓക്കെ, ഹിമാവരി വാ 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 വാ. എൻ്റെ ബർത്ത്ഡേ ഒക്കെ നല്ലോണം സെലിബ്രേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ എനിക്ക് വിശ്വാസം എൻ്റെ ബർത്ത്ഡേ നല്ലോണം സെലിബ്രേറ്റ് ചെയ്യും. ഓക്കെ, വാ 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 വാ. നമുക്ക് ഇപ്പം തന്നെ പറ്റി പ്രായം നോക്കാം. ഓ, എനിക്ക് സന്തോഷം. ഞാൻ ഇത്ര സന്തോഷത്തിൽ നോക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ ഹിമാവരി, 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 ബർത്ത്ഡേ ഹിമാവരി, ഹാപ്പി ബർത്ത്ഡേ ഹിമാവരി. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ചിഞ്ചാനെ? നോക്കി എല്ലാ കാര്യം സെറ്റപ്പ് ആയിട്ട് ഞാൻ നല്ലോണം ഒന്നും വെച്ചിട്ടില്ലേ? ഞാനിത് തെറ്റിദ്ധരിച്ചില്ല അവലി. നീ തെറ്റിദ്ധരിച്ചുകൊണ്ട് എന്നെ ക്ഷമിച്ചേക്കില്ല അവലി. ഞാനിങ്ങനെ തെറ്റിദ്ധരിക്കേണ്ടിയിരുന്നു. ശരി, അതൊക്കെ വിടും. നമുക്കിപ്പോൾ കേക്ക് കട്ട് ചെയ്യാം. ഓക്കെ ഗെയ്സ്, അപ്പോൾ ഇതേ ഉള്ളൂ നമ്മളെടുത്ത വീഡിയോ. അപ്പോൾ അടുത്തൊരു പുതിയ